ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത് ഒരു ഫോൾഡറിലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ എന്നുള്ളത് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജുകളും അവരുടെ വിസ അല്ലെങ്കിൽ അവരുടെ റെസിഡൻസ് ഐ ഡി, അവർ വിദേശത്താണ് തെളിയിക്കുന്ന അവരുടെ ID കാർഡ്, അതുപോലെ തന്നെ ഒരു ഫോട്ടോ, ഒരു സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതുപോലെ ആണ് നമുക്ക് കാണിക്കുക. രജിസ്റ്റർ വിത്ത് മൊബൈൽ നമ്പർ, രജിസ്റ്റർ വിത്ത് ഇമെയിൽ ID. ഞാനിപ്പോൾ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ക്യാപ്ച കോഡ്, താഴെയുള്ള ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഷുവർ അല്ലേ ചോദിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മളോട് പ്ലീസ് ചെക്ക് ദ മെസ്സേജ് ഇൻ യുവർ മൊബൈൽ ഫോൺ വെരിഫിക്കേഷൻ കോഡ് എന്നിട്ട് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമറുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് ഇവിടെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളോടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. നമ്മളൊരു പാസ്വേഡ്, നമ്മുടെ റാൻഡം ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേ പാസ്വേഡ് തന്നെ താഴെയും ആവർത്തിക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപേക്ഷകന്റെ ആധാർ പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നെയിം ഓഫ് ആപ്ലിക്കന്റിന്റെ ഭാഗത്ത് അപേക്ഷകന്റെ പേര് പാസ്പോർട്ടിൽ എന്താണോ അതുപോലെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഷുവർ എന്നുള്ള ഭാഗത്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ലോഗിൻ ഡീറ്റെയിൽസ് പോയിട്ടുള്ളതായിട്ട് കാണിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ലോഗിൻ നെയിം അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. അടുത്തായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് തൊട്ട് താഴെയുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. ഇനി നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഫോം ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് പ്രവാസി കാറ്റഗറി ഏതാണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 3 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. 1A, 1B, 2A. അതായത് 1A എന്നുള്ളത് നിലവിൽ പ്രവാസിയായിരിക്കുന്ന ഒരാൾ, 1B എന്നുള്ളത് പ്രവാസം മതിയാക്കി വന്നിരിക്കുന്ന ഒരാൾ, 2A എന്നുള്ളത് കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ഒരാൾ. അപ്പം ഞാനിപ്പോൾ 1A ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് വിദേശത്തുള്ള ഒരാൾക്ക് വേണ്ടിയാണ് 1A സെലക്ട് ചെയ്തു. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ, അതുപോലെ തന്നെ ചില സാക്ഷ്യപ്പെടുത്തിയ പാസ്പോർട്ട് പകർപ്പ് വേണം, പാസ്പോർട്ടിന്റെ മേൽവിലാസമുള്ള പേജ് വേണം, വിസ അല്ലെങ്കിൽ ഇക്കാമയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം കൊടുക്കുന്ന പ്രൂഫ്. ഐഡന്റിറ്റി പ്രൂഫ് എന്നുള്ള ഭാഗത്ത് പാസ്പോർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ മാറ്റം വരുത്തി കൊടുക്കാൻ പറ്റത്തില്ല. പാസ്പോർട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അടുത്തായിട്ട് തൊട്ട് താഴെ പാസ്പോർട്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന കോളത്തിൽ പാസ്പോർട്ടിന്റെ എക്സ്പയർ ഡേറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാസ്പോർട്ട് ഫ്രണ്ട് പേജ്, പാസ്പോർട്ടിന്റെ അഡ്രസ് പേജ്, വാലിഡ് ആയിട്ടുള്ള വിസ പേജ്, അതുപോലെ തന്നെ അതർ ID വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഞാനിപ്പോൾ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് സെലക്ട് ചെയ്യുന്നു. പ്രിവ്യൂ നോക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പ്രിവ്യൂ വേണമെങ്കിൽ പ്രിവ്യൂ നോക്കാം. ഞാനിപ്പോൾ അഡ്രസ് പേജ് കൂടി അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ വിസ അല്ലെങ്കിൽ ഇക്കാമ പേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. അടുത്തായിട്ട് നമ്മുടെ പേര് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. നെയിം ഓഫ് ഫാദർ എന്നുള്ള ഭാഗത്ത് ഫാദറിന്റെ പേര് നമുക്ക് കൊടുക്കാം. അത് മാൻഡേറ്ററി ഡോക്യുമെന്റ് അല്ല എന്നുള്ളത്, മാൻഡേറ്ററി അല്ല എന്ന് കൂടെ നിങ്ങൾ ഓർക്കുക. നമ്മൾ റെഡ് കാണുന്ന ഭാഗം മാത്രമാണ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഭാഗം എന്നുള്ളത്. ഇവിടെ മെയിൽ നമ്മൾ സെലക്ട് ചെയ്തു. സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് മാരീഡ് സെലക്ട് ചെയ്തു. ഇവിടെ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ള സെലക്ട് ചെയ്തു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഡു യു ഹാവ് നോർക്ക ID കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോർക്ക ID കാർഡ് നമുക്ക് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാൻ സാധിക്കും. നമുക്കത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോർക്ക ID കാർഡ് മാൻഡേറ്ററി അല്ല. ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് യെസ് കൊടുത്തതിന് ശേഷം നോർക്ക ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അല്പസമയം നമ്മൾ കാത്തിരിക്കുക. ഇവിടെ ഡാറ്റ സേവ്ഡ് ആസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തായിട്ട് ജില്ല സെലക്ട് ചെയ്യുക. ഏത് ജില്ലയിലാണ് അപേക്ഷകൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. താലൂക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പെർമനന്റ് അഡ്രസ് എന്നുള്ള ഭാഗത്ത് അപേക്ഷകന്റെ അഡ്രസ് എന്താണോ പാസ്പോർട്ടിലുള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
തൊട്ട് താഴെയുള്ള ഭാഗത്ത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്നുള്ള ഭാഗത്ത് സെയിം ആസ് അബവ് തന്നെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അടുത്തായിട്ട് നിലവിൽ വർക്ക് ചെയ്യുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു അപേക്ഷയും ഖത്തർ ആയതുകൊണ്ട് ഞാൻ ഖത്തർ ടൈപ്പ് ചെയ്തു. അവിടെ എന്താണ് കാറ്റഗറി, എംപ്ലോയ്മെന്റ് കാറ്റഗറി എന്താണെന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രീവിയസ് എംപ്ലോയ്മെന്റ് ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് ആവശ്യമില്ല. വിസ നമ്പർ ഭാഗത്ത് നമ്മുടെ അവരുടെ വിസ നമ്പറോ അല്ലെങ്കിൽ ID കാർഡ് നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിസ ഇഷ്യൂഡ് എന്നുള്ള ഭാഗത്തും നമ്മൾ ആ ഒരു രാജ്യം തന്നെ സെലക്ട് ചെയ്യുന്നു. വിസ ഡേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ അതിന്റെ എക്സ്പയർ ഡേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം അഡ്രസ് ഇൻ ഫോറിൻ കൺട്രി എന്നുള്ള ഭാഗത്ത് നമ്മളൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോമിനിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. നമ്മൾ നോമിനിയെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ആദ്യം നോമിനിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകനുമായിട്ടുള്ള റിലേഷൻ എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ഇവരുടെ നോമിനി ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ വിഹിതം എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒന്നിലധികം ആളുകളെ ചേർക്കുന്നുണ്ടെങ്കിൽ, മക്കളെ 2 പേരെ മക്കളെ ചേർക്കാനാണെങ്കിൽ 50-50 ആയിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് അടുത്ത ആളെ ചേർക്കാം. ഈ ഒരു കേസിൽ ഒരാളെ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 100% കൊടുത്തു. സേവ് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. സേവ് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പം നോമിനി ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്കതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ഏറ്റവും താഴെ നമുക്കിത് പ്രിന്റ് എടുത്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് യെസ് സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഒരു പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. 200 രൂപയാണ് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഞാനത് പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്തു. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. ഇപ്പം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മോഡുകൾ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. UPI ആണെങ്കിൽ UPI സെലക്ട് ചെയ്യുന്നു. ഞാൻ QR കോഡ് സെലക്ട് ചെയ്തു. മേക്ക് പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു QR കോഡ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ യുവർ പേയ്മെന്റ് ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാണിക്കാം. കാരണം നമ്മൾ UPI ഒക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ അതുപോലെ കാണിച്ചേക്കാം. നമുക്കിപ്പം നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. 24 മണിക്കൂർ നേരത്തേക്ക്, പരമാവധി 24 മണിക്കൂർ നേരത്തേക്ക് നമുക്കത് വെയിറ്റ് ചെയ്യാം. സേവ് ആസ് PDF കൊടുത്തിട്ട് നമ്മളതിന്റെ പേയ്മെന്റ് അടച്ചതിന്റെ ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു പ്രിന്റ് എടുത്ത് കസ്റ്റമർക്ക് ആവശ്യമെങ്കിൽ കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അല്പസമയം അല്ലെങ്കിൽ ഒരു അപ് ടു 7 days ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കത് അപ്രൂവൽ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രവാസി ക്ഷേമനിധിക്ക് അപേക്ഷ കൊടുക്കുന്നത്.